മൂപ്പരോട് ധൻകർ ചോദിക്കാണ് ഹു ആർ യു എന്ന്. അങ്ങനെ ഉപരാഷ്ട്രപതി ആ പോയിന്റ് ഓഫ് ഓർഡർ പറഞ്ഞ ആളെയും കൂടിയും വിളിച്ചു. अध्यक्ष महोदय, मैं बहुत दुखी हृदय से അതിന് മാത്രം ദുഃഖം. ഇനി തൊട്ടു പിന്നാലെ അതാ അടുത്തൊരാൾ എണീക്കുന്നു. എല്ലപ്പ ഇതെന്ത് രാജ്യസഭയാണോ അതോ UP-യിൽ എങ്ങനെ നടക്കുന്ന BJP-യുടെ വല്ല മണ്ഡലം സമ്മേളനമാണോ? ഖാർഗെ ഒരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. നമ്മളെ രഞ്ജി പണിക്കര പഴയ സിനിമയിലത്തെ പോലെ ഒരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. നമസ്കാരം. രാജ്യസഭ നിയന്ത്രിക്കുന്ന നമ്മുടെ ഉപരാഷ്ട്രപതി ലോകോത്തര നിഷ്പക്ഷൻ സാക്ഷാൽ ജഗ്ദീപ് ധൻകർ ആണ്. ധൻകറിന് നിലവിലൊരു പ്രശ്നമുള്ളത് രാജ്യസഭയിൽ നിഷ്പക്ഷത കൂടിപ്പോയതുകൊണ്ട് പ്രതിപക്ഷം വന്നിട്ട് മൂപ്പർക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കാണ്. മൂപ്പര് സ്ഥിരമായിട്ട് രാവിലെ വരും, എന്നിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഭരണപക്ഷത്തിലെ ആളുകൾ എന്താ പ്രശ്നമുണ്ടോ എന്തോ ഉണ്ടല്ലോ പോയിന്റ് ഓഫ് ഓർഡർ മറ്റേ ഉണ്ടല്ലോ സംസാരിക്കാൻ പറയും. എന്നിട്ട് സംസാരിച്ചിട്ട് അവർ ഭരണപക്ഷത്തിന് പറയാനുള്ളത് പറയും. എന്നിട്ട് പ്രതിപക്ഷത്തെ ആളുകളെ പേരെടുത്ത് തന്നെ ചീത്ത വിളിക്കും, ആക്ഷേപങ്ങൾ ചൊരിയും. അതൊക്കെ കഴിയുമ്പോൾ പ്രതിപക്ഷത്തിന് ആളുകൾ എണീക്കും. അപ്പം മൊത്തം ബഹളമാണ്, ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നിട്ട് മൂപ്പരങ്ങ് സ്ഥലപ്പെടും. ഇതാണ് രാജ്യസഭയിൽ സ്ഥിരമായിട്ട് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായി പ്രതിപക്ഷം ഖാർഗെയുടെ നേതൃത്വത്തിൽ ഈ നമ്മുടെ ചെയറിനെതിരെ ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു പ്രമേയത്തിന് വേണ്ടി നീക്കം നടത്തി. ഇപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും അദാനി മുതലായ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് പലവിധ കാരണങ്ങൾ തേടി ഓരോ പ്രശ്നങ്ങൾ ഭരണപക്ഷം ഉന്നയിക്കും. അതിൽ സോറോസ് വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് രാജ്യസഭയിൽ ഉണ്ടായതെന്ന് വെച്ചാൽ ഭരണപക്ഷം വന്നിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഈ രാജ്യസഭ അധ്യക്ഷനെതിരായ നീക്കം, രാജ്യസഭ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയെ അധ്യക്ഷ മഹോദയ്ക്കെതിരായിട്ടുള്ള അപമാനിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ബഹളം വെച്ചു. അതിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും സഭ നിയന്ത്രിക്കാൻ ഇതൊന്നും അറിയാതെ വളരെ നിഷ്കളങ്കനായിട്ട് നമ്മളെ നിഷ്പക്ഷനായ ധൻകർ വന്നു. സഭയിലെത്തുന്ന നോട്ടീസുകൾക്കൊക്കെ നടപടി വേണ്ടിവരും, പ്രതിപക്ഷത്തെ സംസാരിക്കാൻ വിളിക്കേണ്ടി വരും. അപ്പോൾ മൂപ്പർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഐഡിയ ഇന്നും വന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മളെ ഭരണപക്ഷത്തേക്ക് നോക്കിയപ്പം അവരവിടെ നിന്ന് എണീറ്റു. ഒരാൾ അവിടെ നിന്ന് എണീറ്റു. പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞു. पॉइंट ऑफ ऑर्डर जी अध्यक्ष महोदय, नियम 258. അപ്പോൾ പ്രതിപക്ഷം ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് എണീറ്റപ്പോൾ നിൽക്ക് ഞാൻ ഇപ്പം വരാം, പോയിന്റ് ഓഫ് ഓർഡർ ഒന്ന് തീർത്തിട്ട് വരാമെന്ന് ഭരണപക്ഷത്തേക്ക് അങ്ങ് പോയി. अध्यक्ष महोदय, मैं जानता हूं आप पूछेंगे कि किस नियम के तहत. मैं बहुत दुखी हृदय से. അതിന് മാത്രം ദുഃഖം BJP-യുടെ ഈ രാധാ മോഹൻദാസിന് ഉണ്ടോ? എന്താ പ്രശ്നം? ഈ ദുഃഖത്തിന്റെ പ്രശ്നം എന്താണ്? मेरा प्रश्न 187. अध्यक्ष महोदय, मेरा प्रश्न भारतीय संविधान के आर्टिकल 67 के तहत है. ആർട്ടിക്കിൾ 67 ആണ് മൂപ്പരുടെ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം അതൊന്നും അല്ലത്രേ, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പൊതിഞ്ഞു വെക്കുന്നൊരു പ്രശ്നം അധ്യക്ഷ മഹോദയക്കെതിരായ അവിശ്വാസ നിലപാട് പ്രഖ്യാപനം മൂപ്പരെ അപമാനിക്കലാണ് എന്നുള്ളതാണ് മൂപ്പരുടെ ദുഃഖത്തിന്റെ അടിസ്ഥാനം എന്നാണ് മൂപ്പര് പറയുന്നത്. जो उपराष्ट्रपति की अवधि और उनके विरुद्ध लाए जाने वाले अविश्वास प्रस्ताव के संदर्भ में है. आर्टिकल 67 का B धारा कहता है उपराष्ट्रपति राज्यसभा के किसी ऐसे संकल्प के द्वारा अपने पद से हटाया जा सकेगा जिसे राज्यसभा के तत्कालीन समस्त सदस्यों के बहुमत से. ഉപരാഷ്ട്രപതി പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അവരുടെ ആരോപണം പ്രകടിപ്പിക്കാൻ രാജ്യസഭയിൽ നിയമപ്രകാരമുള്ള നടപടികളുണ്ട്. പ്രമേയം കൊണ്ടുവരിക, അത് ഔദ്യോഗികമായി പറയുക, ഇങ്ങനെയുള്ള നടപടികളുണ്ട്. അത് ജനാധിപത്യപരമായി ചെയ്യുന്നതാണ്, അവർ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് ഇമാതിരി ദുഃഖത്തിന് മാത്രം എന്താ പ്രശ്നം? അതൊരു ജനാധിപത്യ സംവിധാനത്തിലെ ഒരു നിയമപരമായ നടപടിയല്ലേ? माननीय उपराष्ट्रपति के प्रति, माननीय चेयरमैन के प्रति नियमानुसार लाई जा सकती है, लेकिन प्रक्रिया है कि आपको लिखित नोटिस देनी होती है, 14 दिन का समय देना होता है. 14 दिन के समय के बाद उस बिंदु पर विचार हो सकता है. വിചാരണ ചെയ്യേണ്ട സമയത്ത് രാജ്യസഭ അധ്യക്ഷനായാലും ആരായാലും വിചാരണ ചെയ്യണം. ഈ വിചാരണ ചെയ്യുന്ന ആളുകൾ ഉടനെ അരാജകവാദികളാണ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ മനുവാദികൾക്ക് സ്ഥിരമായിട്ടുള്ളത്. എന്തായാലും രാധാ മോഹൻദാസ് BJP-യുടെ എല്ലാ ഉള്ളിലെ യാഥാർത്ഥ്യവും പുറത്ത് വിളിച്ചു പറയുന്ന വിധത്തിൽ അരാജകവാദികൾ എന്ന് പ്രതിപക്ഷത്തെ വിളിച്ചു. अराजक शब्दों से भरे हुए हैं, अपमानित करने वाले वाक्यों से भरे हुए हैं. आप उपराष्ट्रपति का पद, आप इस पद पर बैठे होंगे, ये आपका निजी विषय हो सकता है.
ഇത്രയും പറഞ്ഞില്ലേ, എന്നാ പിന്നെ നെഹ്റുവിനെ പറ്റി കൂടി ഒന്ന് പറഞ്ഞു. इन कांग्रेस के लोगों ने नेहरू जी के नेतृत्व में सर्वपल्ली राधाकृष्णन को राष्ट्रपति के अंतिम संस्कार में जाने से मना किया. അങ്ങനെ നമ്മുടെ രാധാ മോഹൻദാസ് തന്റെ നീണ്ട മഹാഭാരതം പോലത്തെ പോയിന്റ് ഓഫ് ഓർഡർ പറഞ്ഞു തീർത്തു. अध्यक्ष महोदय, इन सभी दस्तखत करने वाले लोगों के खिलाफ मेरी ओर से जो मैंने आपको लिखित दिया है अविश्वास विशेषाधिकार हनन का प्रस्ताव स्वीकार करिए और इसके ऊपर कड़ी से कड़ी कार्यवाही करिए. അപ്പോൾ പ്രതിപക്ഷത്തിന് എന്താണ് വിചാരിക്കുക? നമ്മൾ എന്താ വിചാരിക്കുക? അടുത്തത് പ്രതിപക്ഷത്തിനെ വിളിക്കാൻ ആണ് പോകുന്നതെന്നല്ലേ, സംസാരിക്കാൻ വിളിക്കുന്നല്ലേ? എന്താ നടന്നത്? പ്രതിപക്ഷത്തിന് അവസരമൊന്നും മൂപ്പര് കൊടുക്കുന്നില്ല. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണല്ലോ. ഇപ്പം മൈക്ക് തരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാണ് പോയിന്റ് ഓഫ് ഓർഡറിലേക്ക്. അതോടെ പ്രതിപക്ഷം ബഹളം വെച്ചു. വാട്ട് ഈസ് ദിസ്? അത് തന്നെയാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത് ഉപരാഷ്ട്രപതി. എന്താ ചെയ്യുന്നത് എന്നാണ് നമുക്കും ചോദിക്കാൻ തോന്നുന്നത്. അങ്ങനെ ആ ചോദ്യത്തിൽ രക്ഷപ്പെടാൻ മൂപ്പര് അപ്പം തന്നെ ഭരണപക്ഷത്തേക്ക് നോക്കി. അപ്പൊ അവിടെ ഒരാൾ അടുത്ത പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞ് എണീറ്റു. അങ്ങനെ ഉപരാഷ്ട്രപതി ആ പോയിന്റ് ഓഫ് ഓർഡർ പറഞ്ഞ ആളെയും കൂടിയും വിളിച്ചു. मिस्टर नागर, इस देश की आजादी के बाद देश के दूसरे संवैधानिक पद उपराष्ट्रपति के रूप में और इस उच्च सदन के संरक्षक के रूप में सभापति के रूप में സുരേന്ദ്ര സിംഗ് നാഗർ മൂപ്പര് സിനിമ സ്റ്റൈലിൽ തലയൊക്കെ കുലുക്കി സുരേഷ് ഗോപി സ്റ്റൈലിൽ സംസാരിക്കുന്ന ഒരു ഉത്തർപ്രദേശുകാരനായ BJP കാരനാണ്. മൂപ്പര് എണീറ്റ് ആഞ്ഞടിച്ചു. एक राजस्थान के सुदूर गरीब किसान परिवार में हुआ जो OBC कम्युनिटी से आता है, एक ऐसा सभापति के रूप में, उपराष्ट्रपति के रूप में कि जिसकी पढ़ाई लिखाई കർഷകന്റെ മകനായ ഒരു OBC കാരനായ നമ്മുടെ ഉപരാഷ്ട്രപതിക്കെതിരായി ഉള്ള നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെത് എന്ന ഒരു ഗംഭീര പോയിന്റാണ് മൂപ്പര് ആഞ്ഞടിച്ചത്. लेकिन जो इनके किसान विरोधी, जाट विरोधी, जो OBC विरोधी आपकी मानसिकता ये इससे प्रदर्शित होती है कि कांग्रेस न किसान का सम्मान करती है न OBC का सम्मान करती है. ഈ OBC കാര്യമൊന്നും പ്രതിപക്ഷത്തിന് കണ്ണെടുത്താ കണ്ടുകൂടാ എന്നാണ് സുരേന്ദ്ര സിംഗ് നാഗർ പറയുന്നത്. इसके लिए आपको इस देश की जनता कभी माफ नहीं करेगी. हरियाणा में हुआ, महाराष्ट्र में हुआ और आने वाले समय में इस देश का किसान, इस देश का OBC कभी आपको माफ नहीं करेगा. ഏത് ദളിതനായ ഒരു കർഷക തൊഴിലാളിയുടെ മകനായ ഖാർഗെ നയിക്കുന്ന പാർട്ടിയെ, ആ പാർലമെന്ററി സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത്. OBC-കാരെ കണ്ടെടുത്താൽ കണ്ടുകൂടാന്ന്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ വർത്തമാനം കഴിഞ്ഞപ്പം ഇനിയെങ്കിലും പ്രതിപക്ഷത്തെ വിളിക്കുന്ന നിങ്ങൾ വിചാരിക്കണ്ട, ഇല്ല വിളിക്കൂല. അപ്പോഴതാ നീരജ് ശേഖർ എന്ന് പറയുന്ന വേറൊരു BJP-കാരൻ അപ്പുറത്താണ് ഇരിക്കുന്നത്. एक किसान का बेटा अगर इस सर्वोच्च पद पे बैठा है तो आप लोगों को क्या तकलीफ है? कांग्रेस के एक एक सदस्य को क्या तकलीफ है? मेरे को समझ नहीं आता. विपक्ष के लोगों को क्या तकलीफ है? आप पे तो आपके विश्वास प्रस्ताव लेके आए आप लोग. മൂപ്പരും പറയുന്ന ഈ OBC കഥ തന്നെയാണ്. മാത്രമല്ല പ്രതിപക്ഷം ചെയറിനെ അപമാനിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കണം, ഏത് പ്രമേയത്തിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കണം എന്നുകൂടി മൂപ്പര് അടിച്ചുവിട്ടിരുന്നു. ഇനി തൊട്ടു പിന്നാലെ അതാ അടുത്തൊരാൾ എണീക്കുന്നു. എല്ലപ്പ ഇതെന്ത് രാജ്യസഭയാണോ അതോ UP-യിലെങ്ങനെ നടക്കുന്ന BJP-യുടെ വല്ല മണ്ഡലം സമ്മേളനമാണോ? അതുപോലെ നമുക്ക് തോന്നും. അമ്മാതിരി പ്രതികരണമാണല്ലോ എല്ലാ ഭാഗത്തു നിന്നും വരുന്നത്. മറ്റൊന്നും കാണുന്നുമില്ല. എന്തായാലും അപ്പുറത്ത് വെച്ച് ക്യാമറയിലൊന്നും കാണിക്കൂലെങ്കിലും നമ്മളെ കോൺഗ്രസ്സുകാരനായ പ്രമോദ് തിവാരി എണീറ്റ് മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട്. मैं बहुत ही विनम्रता के साथ कहना चाहता हूं कि हमें गर्व है. ദളിതനായ ഖാർഗെയോടാണ് OBC-കാരെ ഇഷ്ടല്ല എന്ന് പറയുന്നത് ഈ ഭരണകക്ഷി അംഗങ്ങൾ. പ്രമോദ് തിവാരിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. हमारा नेता विरोधी दल सिर्फ दलित का बेटा नहीं, किसान भी है. मैं कहना चाहता हूं आपसे और बहुत साफ कहना चाहता हूं कि आज शर्मिंदा होंगे संविधान बनाने वाले. ഇതെല്ലാം കേട്ട ധൻകർ പ്രതിപക്ഷത്തോട് ചൂടായി. ऐसी सत्ता है What's your problem? What's your problem? Why are you dancing? Why are you dancing? दे रही है. और रानी को बचाने के लिए It's a chronic problem with you.
ശരിക്കും ആരാണ് ഡാൻസ് ചെയ്യുന്നത്? പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന നമ്മൾ കാണാത്ത ആളുകളാണോ, നമ്മൾ കാണുന്ന ആളുകളാണോ? ഒരു ഡാൻസും കൂടി കാണണം. ഇതാ तिवारी जी ध्यान रखिए, पूरे दिन 24 घंटे आपका यही काम है और मानकर चलिए किसान का बेटा हूं, कमजोरी नहीं दिखाऊंगा, देश के लिए मर जाऊंगा, मिट जाऊंगा. അങ്ങനെ കർഷകന്റെ പുത്രൻ വികാരാധീനനായി. മൂപ്പര് പറയുന്ന കേട്ടാൽ നമുക്ക് മനസ്സിലാവും നേരത്തെ അപ്പുറത്തുനിന്ന് പറഞ്ഞതൊക്കെ ഈ സ്ക്രിപ്റ്റ് ആണെന്ന്. അതേ സ്ക്രിപ്റ്റ് നമ്മുടെ ധൻകറും ആഞ്ഞടിച്ചു. आप लोग चिंतन नहीं करेंगे, 24 घंटे एक ही काम है कि किसान का बेटा यहाँ क्यों बैठा है. ഒരു കർഷക കുടുംബത്തിൽ നിന്നെത്തിയ OBC കാരനോടാണോ നിങ്ങൾ ഈ കളി കളിക്കുന്നത്? വെറുതെ അല്ല, വിടൂല കേട്ടോ. आज का किसान खेत तक सीमित नहीं है. പ്രമോദ് തിവാരിയൊക്കെ എന്തൊക്കെയാ പറയുന്നത്? മൂപ്പർക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ മൂപ്പര് സംസാരിക്കാൻ അവസരം തരല്. മൂപ്പർക്ക് ഇഷ്ടം മറ്റേ BJP മണ്ഡലം സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലത്തെ ആൾക്കാരോടാണ്. അവർക്ക് ഇഷ്ടം പോലെ സമയം കൊടുക്കും എല്ലാ ദിവസവും. അല്ലാതെ അവിടെ നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമയം തരില്ല എന്നുള്ളതാണ് മൂപ്പരുടെ നിലപാട്. അത് മനസ്സിലാക്കി പെരുമാറേണ്ട ഈ പ്രമോദ് തിവാരിയൊക്കെ. आज का किसान हर जगह कार्यरत है, सरकारी नौकरी भी है, उद्योग भी है. ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് ധൻകർക്ക് സൗര്യത്തോടെ ഇരിക്കാൻ പറ്റുക? प्रमोद तिवारी जी आप अनुभवी नेता हैं, आप प्रमोद तिवारी जी आप अनुभवी नेता हैं. टटोलिए, आपने चुन चुनकर क्या बात की है. അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസിന്റെ ഡെറിക് ഒബ്രിയാൻ അവിടെ നിന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരോട് ധൻകർ ചോദിക്കാണ് ഹു ആർ യു എന്ന്. ഇതിന് ശേഷം രാജ്യസഭയിൽ ഉള്ളത് കേൾക്കാനുള്ളതാണ്. ഇടക്ക് മാത്രം ഒരു തവണ മാത്രം കാണും. പക്ഷേ മല്ലികാർജുൻ ഖാർഗെ അവിടെ നിന്ന് പ്രതിപക്ഷത്തിന്റെ റോള് അങ്ങ് എണീറ്റ് നിന്ന് നിർവഹിച്ചു എന്നൊന്നും പറഞ്ഞാൽ പോലെ ചെയറിനെയും ഭരണപക്ഷത്തെയും ഒന്നിച്ചങ്ങ് നേരിട്ടു. ധൻകറെ അങ്ങ് പൊരിച്ചു വിട്ടു. आपको अगर इस सदन को चलाना है, नियत से चलाना है, लोकतंत्र को बचाना है, आप ये बात नहीं करते. നിങ്ങൾ കർഷകരാണെങ്കിൽ ഞാൻ കർഷക തൊഴിലാളിയുടെ മകനാണ് എന്ന് ഖാർഗെ വൈകാരികമായി തിരിച്ചടിച്ചു. आप अगर किसान है तो मैं किसान मजदूर का बेटा हूं. मैं खुद तुमसे भी ज्यादा हमारे लिए शर्तें हैं. इतना कष्ट थोड़ा सा दिल टटोलिए. आपसे भी ज्यादा सहना हूं. आपने बड़े आप तो नोट मशीन से गिनते थे. मेरा बाप मेहनत करके लाता. പറയാനില്ലേ, ഒന്നും പറയാനില്ലേ. പ്രതിപക്ഷത്തിന്റെ സ്വാതന്ത്ര്യം ഈ സഭാ സമ്മേളന കാലയളവിൽ മുഴുവൻ കവർന്നെടുത്തിട്ട് ഭരണപക്ഷത്തിനോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ നൽകിയിട്ട് പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ട് നിഷ്പക്ഷൻ എന്ന് പറയുന്ന അധ്യക്ഷ മഹോദയ് ഒന്നും പറയാനില്ലേ? आपके तारीफ सुनने के लिए हम नहीं आए साहब, आपकी तारीफ सुनने के लिए नहीं आए. हम देश के मुद्दे कुछ. ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെ ധൻകർ എണീറ്റ് നിന്നിട്ട് ഡ്രാമ അങ്ങ് നടത്തി. मेरा आपसे आग्रह है, मेरा आग्रह है, सदन को चलाना राष्ट्र के लिए जरूरी है, देश के लिए जरूरी है, समाज के लिए जरूरी है. ഈ എഴുന്നേറ്റ് നിൽപ്പ് കണ്ടപ്പം നമ്മുടെ DMKയുടെ തിരുച്ചി ശിവ രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഭരണപക്ഷ സംസാരം നമ്മൾ കേട്ടു, പോയിന്റ് ഓഫ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതിൽ വിശദീകരണം നൽകാൻ പോലും ഈ ധൻകർ താങ്കൾ പ്രതിപക്ഷ അംഗങ്ങളെ അനുവദിച്ചില്ല. ഇത് നിയമപരമല്ല, ഇത് പക്ഷപാതപരമാണ്. Procedures and rules, sir. You have to uphold the rules, and all those that have spoken about individual members have to be expelled. If it's a point of order, it's a point of order. ഇതെല്ലാം കേട്ട ചെയർ പറഞ്ഞു എന്നെ ബഹുമാനിക്കണം എന്നാലേ കാര്യമുള്ളൂ എന്ന മട്ടിൽ മൂപ്പരൊരു വർത്താനം അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ അർഹിക്കുന്ന ആളുകൾക്കുള്ള ബഹുമാനം. I'll discuss with two of you. I'll try to navigate things so that we are able to work as a
as members of this August House, I would expect Mr. Khadge ji. പക്ഷേ ഇതൊക്കെ അർഹിക്കുന്ന ആളുകൾക്കുള്ള ബഹുമാനത്തിൻ്റെ കാര്യമാണ്. അർഹിക്കുന്ന ആളുകളുടെ ബഹുമാനം അങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതല്ല. തിരിച്ച് ബഹുമാനം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരോടും ബഹുമാനത്തോടെ പെരുമാറണം. അങ്ങനെ ബഹുമാനത്തോടെ പെരുമാറാതെ ഇൻസൾട്ട് ചെയ്യുന്ന സമീപനം സ്വീകരിച്ചാൽ ജനാധിപത്യ സംവിധാനത്തിൽ ബഹുമാനം തിരിച്ച് കിട്ടില്ല സാർ. ഖാർഗെ ഒരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. നമ്മളെ രഞ്ജി പണിക്കര പഴയ സിനിമയിലത്തെ പോലെ ഒരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. Sir, the chairman who is not respecting me, how can I respect you? You are insulting me. ഈ സമ്മേളന കാലയളവിൽ ഇത്രയും ദിവസം ഉള്ളിൽ അടിച്ചമർത്തിയ രോഷം ഖാർഗെയെ തീ പോലെ പടർത്തി. ഖാർഗെ തീയായി. നമ്മുടെ ധൻകർ ഫ്ലാറ്റ്. മൂപ്പർ എണീറ്റങ്ങ് പോയി. The House is standing to meet at 11 a.m. on Monday, the 16th of December 2024. Finally, I appeal to leader of the opposition to spare time to sit today in my chamber at 12:15. Thank you. അങ്ങനെ സഭ പിരിച്ചുവിട്ട് 2 ദിവസത്തേക്ക് സ്വസ്ഥമായി കഴിയാൻ ഖാർഗെ ചേംബറിലേക്ക് പോയി. ഇനി നമുക്ക് തിങ്കളാഴ്ച ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഖാർഗെയുടെ പ്രസംഗവും കഴിഞ്ഞ് സഭ പിരിയാം. നന്ദി, നമസ്കാരം.